നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഒരു മെസ്സി വന്ന് ഇല്ലേ? കേരളത്തിൽ മെസ്സി വന്നു ഞങ്ങളുടെ നാട്ടില് പാലോട്. പന്തിന്റെ പന്തലുണ്ടെങ്കിൽ ഇന്റെ പന്തുകൾ കണ്ടെങ്കിൽ പറയേ ഇല്ല ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. ആർക്കും എന്ത് വേണേ ചെയ്യാം. നൂറെ ഹബീബ് എന്ത് ചെയ്യരുത്? ചെയ്യരുത്. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. നൂറെ ഹബീബ് ചെയ്യരുത്. നമ്മളെ തടി ഒന്ന് വാമാകാൻ വേണ്ടി ചെറിയൊരു ഷുഗർ ഉണ്ട്. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ഈ 24 മണിക്കൂർ ഇരിക്കല്ലേ, അപ്പൊ ഒന്ന് വാമാകുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ എന്തായിട്ട് പന്തളിച്ചാൻ പോയി. ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ എടുത്തു, ഞാൻ തന്നെ ഇട്ടത്, ഞാൻ തന്നെ എടുക്കാൻ പറഞ്ഞത്, ഞാൻ തന്നെ എടുക്കാൻ പറഞ്ഞു. അതിട്ടു. ഒരുപാട് ആളുകൾ നല്ലത് പറഞ്ഞു, കുറെ ആളുകൾ അതുകൊണ്ട് കുട്ടികളെ പോറ്റാനായിട്ട് എന്തായിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു നല്ല ഖൽബ് അല്ലാഹു കൊടുക്കട്ടെ, അത്രേ പറയാനുള്ളൂ. പിന്നെ എന്റെ ജീവിത ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതും ഇന്ന് നമ്മൾ ഓതിയ യാസീനും അല്ലാഹു അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ അല്ലാഹു എഴുതി വെക്കട്ടെ. കാരണം നിന്റെ മക്കളുണ്ട് ഇവിടെ, നിന്റെ മക്കളുണ്ട്. ഇന്ന് ഞാന് സ്വർണം കൊടുത്തപ്പോ ആദ്യം ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ആ പെണ്ണിനെ കയ്യിലാണ് സ്വർണം കൊടുത്തത്. അതെന്താ അറിയോ? ആ സഹോദരി എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ആർക്കും നമ്മളെ മക്കൾക്ക് വേണ്ടിയാ. എന്നാൽ ആ കുഞ്ഞു പെങ്ങള് വന്നൊരു ഹിന്ദു സഹോദരി, മുസ്ലിമായ സഹോദരി വന്ന് എന്റെ മുന്നിൽ കരഞ്ഞത് തന്റെ ഭർത്താവിന്റെ പെങ്ങള് അവളൊരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട്. ഭർത്താവ് മരിച്ചു, അമ്മായിമ്മ മരിച്ചു, അമ്മോശം മരിച്ചു, ആരുമില്ല. ആ പെങ്ങള് അടുത്ത വീട്ടിൽ പണിക്ക് പോയിട്ടാണ് നാത്തൂമാരെ നോക്കുന്നത്. അപ്പൊ അവളാണ് ആ സ്വർണം കൊടുക്കാൻ അർഹത. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. 66 എത്തിയ എന്റെ കുട്ടികളാ. 66 മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. 66 ഒരുപാടുണ്ട്. അതെന്തിനാ വിളിച്ചു? പോലെ ബുദ്ധിമുട്ടിച്ചതറിയോ? ഇന്ന് ഇവിടെ ദുആ ചെയ്യുമ്പോ ആ പൊന്നു മക്കൾ ഒരൊറ്റൊരാൾ ആമീൻ പറഞ്ഞാൽ, ആ പൊന്നു മക്കൾ ആമീൻ പറഞ്ഞാൽ നമ്മളെ വിഷമങ്ങളൊക്കെ മാറും. ഈ കൂട്ടം ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ മക്കൾ, 66 മക്കൾ. ഓലിക്കറി നോട്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിയ ഓല് ഒരു മാസം 5000 കൊടുക്കുന്നവരുണ്ട്, 10000 ഞാൻ കൊടുക്കുന്നുണ്ട്. ഓലെ ഹോസ്പിറ്റലിൽ ചെലവ്, ഓല എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിനിങ്ങാന്ന് ഒരു പൈത മക്കള് 3 എന്റെ മുന്നിൽ കൊടുന്നു. വാപ്പല്ല, 3 മക്കള് കുട്ടിന്റെ കുപ്പായം കീറിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അല്ല മോനെ, ഞാൻ വിചാരിച്ചു ഇന്ത്യക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുപ്പായം കീറിക്കൊടുന്നാണ്. എന്നോട് പറഞ്ഞു, ഉമ്മ തങ്ങളെ മക്കൾക്കൊരു ഡ്രസ്സ് പോലും ശരിക്കില്ല. എന്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം, എന്റെ മക്കൾക്കൊരു ഡ്രസ്സൊന്നും ശരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്ന ഗതികേട് റബ്ബ് തആല അബൂബക്കർ സിദ്ദീഖുല്ലാഹ് അലൈഹി സലാം ജാമിഉൽ ഖുർആനി അൻഫതമാ ഖൈറൻ ഖൈറാ സുമാനാദിന്നൂറൈനി അലൈഹി സലാം ഫാരിഖു ബൈന ഹഖ് വബാതിൽ കഹ്റൻ കഹ്റാ ഉമർ വലി ഫാറൂഖുല്ലാഹ് അലൈഹി സലാം ജാമിഉൽ ഖുർആനി അൻഫതമാ ഖൈറാ സുമാനാ ദിന്നൂറൈനി അലൈഹി സലാം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. യാ സാഹിബൽ ബഅദാദി കുല്ലി നാസിരി
യാ മത്ലബൽ ആജാതി അബ്ദുൽ ഖാദിരിയ ഖാദിരിയ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. മഹാനായ ഔസുൽ അലമാണ്, ഔലിയാക്കളെ കുതുബാണ്, ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ആ റഹ്മത്ത് ഈ മജ്ലിസിൽ ചൊരിഞ്ഞുകൊണ്ട് തമ്പുരാനെ ഇൻഷാ അല്ലാഹ് ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ഉസ്താദന്മാര് വയല് പറഞ്ഞു. ലാസ്റ്റ് വയല് പറഞ്ഞ നമ്മൾ ഉസ്താദിന്റെ വയല് ഇഷ്ടപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം 1 മണിക്കൂർ സമയം കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടേ? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഈ സമയത്തൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത് എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് യൂട്യൂബർമാർ കാത്തിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം എന്നിലൂടെ ഞാൻ എന്താ പറയുന്ന അതാണ് ഞാൻ എന്താ പറയുന്നത്, അതാണ് അവർക്കുള്ള ജീവിതം. ഒരു മാസം പിന്നെ അതന്നെയായിരിക്കും. സുബ്ഹാനല്ലാഹ്.